ഹായ് ഓൾ, BNB PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്റ്റഡി ഷെഡ്യൂളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് ഇനി വെറും 8 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം പലരും ഈ എക്സാം അടുത്ത് വരുന്ന സമയങ്ങളിൽ മനസ്സ് മടുത്ത് ഇരിക്കുമായിരിക്കും. ഞാൻ പൊതുവേ എല്ലാ എക്സാമിനും ഈ ഒരു സമയത്ത് ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഡൗൺ ആവും. പിന്നെ എനിക്കൊന്നും നോക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇത് കുറച്ച് മുന്നേ തന്നെ ഞാൻ ഡൗൺ ആയിപ്പോയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഉണർന്നു വന്നത്. അപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് എനിക്കും അതൊരു പ്രൊഡക്റ്റീവായിട്ട് തോന്നും. അപ്പം നിങ്ങളും കൂടിരുന്ന് പഠിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി 8 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി റാങ്ക് ഫയൽ കുത്തിയിരുന്ന് പഠിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. ഞാനാണെങ്കിൽ പൊതുവേ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുന്ന ഒരാളാണ്. അപ്പം ആ നോട്ട്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് പഠനം ഒരു മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ റാങ്ക് ഫയൽ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ LDCയുടെ സമയത്ത് എഴുതി വെച്ചിരുന്ന നോട്ട്സൊക്കെയാണ് വായിക്കുന്നത്. പിന്നെ കറണ്ട് അഫേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. 2025 ഒരു മാർച്ച് വരെയാണ് ഞാൻ പഠിക്കുന്നത്. ഏപ്രിലും നോക്കണം. പിന്നെ 2024 അത് ഫുള്ള് നോക്കണം. കറണ്ട് അഫേഴ്സ് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ വൊക്കാബ്സ്പീഡിയ, ഇംബീറ്റസ് പോലുള്ള ചാനലുകളുണ്ടല്ലോ, ടെലഗ്രാം ചാനൽ, അവർ എക്സാം അടുപ്പിച്ച് ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് PDF ഇടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പഠിക്കണം. അതിനകത്ത് സമഗ്രമായിട്ട് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഈ എക്സാം അടുപ്പിച്ച് നമുക്കതെല്ലാം പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പഠിക്കുക. കുറച്ച് പേജസേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവാം കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ എളുപ്പ വഴി എന്ന് പറയുന്നത് കുറച്ചെങ്കിലും നമുക്ക് നോക്കണം എന്ന് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വേണ്ടേ പോകാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇക്കഴിഞ്ഞ LDCയുടെ 14 ജില്ലകളിലും ആയിട്ട് നടന്ന 6 ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു, അത്രയും എടുത്തിട്ട് അതിനകത്ത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്സിൻ്റെയൊക്കെ കിട്ടാത്തത് അതിൻ്റെ അറിയാത്ത ടോപ്പിക്കുകൾ ഫുള്ളെടുത്ത് വെച്ച് പഠിക്കുക. മാത്സ് അല്ലേ, അപ്പം അതിനുള്ള സമയം എന്തായാലും കിട്ടും, 8 ദിവസം ഉണ്ടല്ലോ. പിന്നെ മലയാളവും ഇംഗ്ലീഷും ഗ്രാമർ എന്ന് പറയുമ്പോൾ ആ പാർട്ട് എടുത്ത് പഠിക്കുക. പിന്നെ അതിനകത്ത് ചോദിച്ചേക്കുന്ന വൊക്കാബുലറി അതിൽ നിന്ന് തന്നെ അങ്ങ് പഠിക്കുക. അതെന്തായാലും നോക്കിയിട്ട് പോകണം. പിന്നെ GK പാർട്ടിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അതേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ LDCയുടെ തന്നെ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് കേരള ഹിസ്റ്ററിന്ന് ചോദിച്ചേക്കുന്നത്, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുക. ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ. അപ്പോൾ കേരള ഹിസ്റ്ററിക്കകത്തുനിന്ന് പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹം, പിന്നെ ഓരോ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാനത്തിൽ നിന്നൊക്കെ ഉള്ളത്, അത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ തന്നെ സ്വയമായിട്ട് നോക്കണം. ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്താണെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങൾ, പിന്നെന്താ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ LDCയിൽ ചോദിച്ചേക്കുന്ന ടോപ്പിക്കുകളിൽ അതേ ടോപ്പിക്ക് കുറച്ച് ഡീപ്പായിട്ട് നോക്കുക. അതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസം കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് ചെയ്യുക, OMR ചെയ്യുക. അതില്ലാതെ ഒരു എക്സാമിനും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ എത്ര OMR ഈ ദിവസങ്ങളിൽ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ചെയ്യണം, എന്നാലേ പ്രയോജനമുള്ളൂ. അതും കൂടെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെൻഷൻ മാറ്റി വെച്ചിട്ട് കൂളായിട്ട് വേണം പഠിക്കാനായിട്ട്. നമുക്ക് ടെൻഷൻ കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ എക്സാം ഹാളിൽ ചെന്നിട്ട് ആ ടെൻഷൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉള്ളതുകൂടി മറന്നു പോവും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂളായിട്ട് ഉള്ളത് വെച്ചിട്ട് പോവുക. ഉള്ളത് പഠിച്ചത് മതി. അവിടെ ചെന്നിട്ട് കൂളായിട്ട് എക്സാം എഴുതുക, എല്ലാം ഓർമ്മ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.